കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. കർണാടകയിലെ അങ്കോലയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റഡാർ സംവിധാനം എത്തിച്ചുകൊണ്ട് തെരച്ചിൽ പൂർണ്ണമായും തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഇത്രത്തോളം അടുത്ത പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ എത്തിക്കുകയാണ്. ഇത്രത്തോളം ഭയാനകമായ ഒരു കാഴ്ച, ഭീകരമായ ഒരു അന്തരീക്ഷം, അതാണ് ഈ അങ്കോലയിൽ ഷിരൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ആ ടവർ മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് ഈ ഭക്ഷണശാലകളൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഈ വലിയ വാഹനങ്ങളൊക്കെ തന്നെ ഈ പ്രദേശത്ത്, അതായത് മംഗലാപുരം പാതയാണ്, ഈ വലിയ വാഹനങ്ങളൊക്കെ തന്നെ അവിടെ നിർത്തിയാണ്, അവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു 3-4 ധാബകളുണ്ട്. ആ ധാബകളിൽ നിന്നാണ് ഈ ഡ്രൈവർമാരും തൊഴിലാളികളുമൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത്. അന്നും പതിവ് പോലെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവിടെ വാഹനങ്ങൾ നിർത്തിയതായിരുന്നു രാവിലെ. ആ സമയത്താണ് കുന്ന്, 3-4 തെങ്ങിൻ്റെ വലിപ്പമുള്ള കുന്നാണ് ഇടിഞ്ഞു വീണത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം. ആ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഗംഗാവാലി റിവറാണ്. ആ ഗംഗാവാലി നദിയുടെ ഏകദേശം പകുതിയോളം, അതായത് അത്രത്തോളം വീതിയുള്ള ഒരു നദിയാണ്. ഏകദേശം 1 കിലോമീറ്ററിനടുത്ത വീതി നമുക്ക് കാഴ്ചയിൽ തോന്നിക്കുന്നുണ്ട്. അത്രത്തോളം വീതിയുള്ള ആ നദിയുടെ ഏകദേശം പകുതി ഭാഗത്തോളം ഈ മണ്ണ് കുത്തനെ ഇടിഞ്ഞ് റോഡും കടന്ന് ആ നദിയുടെ പകുതി ഭാഗത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഇടിഞ്ഞു വീണ മണ്ണ് ആ നദിയുടെ പകുതി ഭാഗത്തോളമായി. ഈ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടു. നദി ഗതി മാറി മറുകരയിലുള്ള വീടുകൾ ഉൾപ്പെടെ വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച. 6ഓളം വീടുകൾ നഷ്ടപ്പെട്ടു എന്നാണ്. ഈ മണ്ണിടിച്ചിലുണ്ടായ മറുകരയിലുള്ള 6ഓളം വീടുകൾ ഈ നദിയുടെ ഒഴുക്ക് ഗതി മാറി ആ വീടുകൾക്ക് മുകളിലൂടെ വെള്ളം പോയതുകൊണ്ട് തടസ്സപ്പെട്ടു എന്നാണ് ഈ പ്രദേശവാസികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത്. ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടവർ മറിഞ്ഞു വീണ സ്ഥലത്താണ് ഈ ലോറി, ഭാരത് ബെൻസിന്റെ ലോറി ഉള്ളത് എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം രാവിലെ മുതൽ തന്നെ ഈ നദിയിൽ, ഗംഗാവാലി നദിയിൽ സ്കൂബ ടീമിൻ്റെ, നാവികസേനയുടെയൊക്കെ അംഗങ്ങൾ, രക്ഷാപ്രവർത്തക സംഘങ്ങൾ 3-4 ടീമുകളായി പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ മറ്റ് വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ ആരെങ്കിലും ഈ നദിയിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഈ സ്കൂബ ടീം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ മണ്ണ് നീക്കം ചെയ്യുക, ആ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് വേണു പ്രധാനപ്പെട്ട ദുഷ്കരമായ ഒരു ദൗത്യം. അത്രത്തോളം മണ്ണ് അവിടെ ആ റോട്ടിലും അതുപോലെ തന്നെ ഈ നദിയിലുമായി എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആ റോഡ്, അതായത് ഈ രക്ഷാപ്രവർത്തക സംഘത്തിന് സഞ്ചരിക്കാൻ പാകത്തിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തക സംഘത്തിന് സഞ്ചരിക്കാൻ പാകത്തിൽ ആ റോട്ടിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നതായിരുന്നു പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത്. ഇപ്പോൾ ആ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ? GPS-ൽ നിന്ന് കിട്ടിയ സിഗ്നൽ പ്രകാരം ആ ഭാരത് ബെൻസിന്റെ ലോറിയും അർജുനും ആ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന ഒരു നിഗമനത്തിലാണ് രക്ഷാപ്രവർത്തക സംഘമുള്ളത്. ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു വിവരം ഇന്നലെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ്. ഇനിയും ഒരുപാട് മണ്ണ് അവിടെ നിന്ന് നീക്കാനുണ്ട്. ഏകദേശം പകുതിയോ കാൽഭാഗത്തോളം മണ്ണ് മാത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഒരുപാട് മണ്ണ്, അതായത് 2 ഭാഗത്തു നിന്നും ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നും അതിന് ഓപ്പോസിറ്റുള്ള, അതിനപ്പുറത്തുള്ള മറുഭാഗത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി ലോറികളുണ്ട്. JCBയും ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ചാണ് ഈ മണ്ണ് നീക്കം ചെയ്യുന്നത്. പക്ഷേ ഈ 2 ഭാഗത്തും മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഈ മണ്ണ്, അതായത് മുകളിലുള്ള മണ്ണ് താഴേക്ക് ഊർന്നൂർന്ന് ഇറങ്ങുന്ന, താഴേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദുഷ്കരമായിരുന്നു. ഒപ്പം ശക്തമായ മഴയും ശക്തമായ കാറ്റും ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഒപ്പം രാവിലെയും മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി തന്നെ നിലനിൽക്കുന്നു. ഈ കാലാവസ്ഥ ഇതേപടി മുന്നോട്ട് പോയാൽ മാത്രമേ എളുപ്പത്തിൽ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കൂ, എളുപ്പത്തിൽ അർജുനെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്നാണ് ഈ രക്ഷാപ്രവർത്തക സംഘത്തിലുള്ളവർ പറയുന്നത്. ഇപ്പോഴും ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സംഘങ്ങളായാണ് നാവികസേനയുടെയും അതുപോലെ തന്നെ SDRFിൻ്റെയും NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ വിവിധ രക്ഷാപ്രവർത്തക സംഘങ്ങൾ ഇവിടെയുണ്ട്. അവർ ആ പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനം ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കൃത്യമായ ഒരു ലൊക്കേഷൻ കണ്ടെത്തി
ആ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കുന്ന ലോറിക്കുള്ളിൽ നിന്ന് ഈ ആളെ പുറത്തെടുക്കുക എന്താണ് ഇവർ പ്രധാനമായും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ കാലാവസ്ഥ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രയും വേഗത്തിൽ ഈ ആളെ പുറത്തെത്തിക്കാൻ പറ്റും, അർജുനെ പുറത്തെത്തിക്കാൻ പറ്റുമെന്നൊരു നിഗമനം ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തക സംഘത്തിനുമുണ്ട്. അതിനുള്ള ശ്രമം ഇവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:15 മുതൽ NDRFിൻ്റെ ടീം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. രാവിലെ 6:15 ആദ്യ സംഘം ഈ ഭാഗത്തേക്ക് എത്തിയത്. തുടർന്ന് 7 മണിയോടുകൂടി പൂർണ്ണമായും ഈ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ വെളിച്ചക്കുറവുണ്ടായിരുന്നു. ആ വെളിച്ചക്കുറവൊക്കെ പരിഹരിച്ചുകൊണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ഇതുപോലെ വെളിച്ചക്കുറവുണ്ടായി, ഒപ്പം മഴയുമുണ്ടായി. പക്ഷേ വെളിച്ചക്കുറവ് പരിഹരിച്ച രാത്രിയും രക്ഷാപ്രവർത്തനം തുടരാനാവുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. വെളിച്ചമൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ നല്ല മഴ, അതിശക്തമായ മഴ ആ പ്രദേശത്ത് ഉണ്ടായി. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി നിർത്തിവെച്ചു. ഇന്നിപ്പോൾ വീണ്ടും രാവിലെ 6:15 രക്ഷാപ്രവർത്തക സംഘം എത്തി. രാവിലെ 6:15 ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ ചെറുപ്പക്കാരനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഈ രക്ഷാപ്രവർത്തന സംഘവും ഉള്ളത്. ഈ ഒപ്പം നദിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, അല്ലെങ്കിൽ നദിയിൽ വാഹനങ്ങളുണ്ടോ എന്ന കാര്യമാണ് സ്കൂബ ടീം പ്രധാനമായും പരിശോധിക്കുന്നത്. എനിക്ക് കാണാൻ സാധിക്കുന്നത് 3-4 ടീമുകളായി ഈ സംഘം അവിടെ നദിയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം നദിക്ക് ഏകദേശം നടുഭാഗത്തേക്ക് പോലും ഈ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ആ മണ്ണിനടിയിൽ ആരെങ്കിലും പെട്ടോ എന്ന കാര്യം ഈ സംഘത്തിന് പരിശോധിക്കണം. ഒപ്പം ഈ നദിയോട് ചേർന്ന് കിടക്കുന്ന ആ മണ്ണിനടിയിൽ, അതായത് ഈ റോഡിനും ഇപ്പുറത്ത്, അതായത് ഈ കുന്നിൻ്റെ ഭാഗത്തല്ല, റോഡിന് ഇപ്പുറത്ത് ആ നദിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ആ ഈ കുന്നിനോട് ചേർന്ന് കിടക്കുന്ന ആ കുത്തനെ ഇടിഞ്ഞിരിക്കുന്ന ഭാഗത്ത് ആ ഭക്ഷണശാലകളൊക്കെ തന്നെ നിന്നിരുന്ന സ്ഥലത്ത് ആ ടവറൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ആ ടവറൊക്കെ നിന്നിരുന്ന സ്ഥലത്ത്, ആ ടവർ മറിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലത്ത് അവിടെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ അർജുൻ അല്ലാതെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, കഴിഞ്ഞ 5 ദിവസമായി ആരെങ്കിലും അതിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയുണ്ട്, മഴയില്ല, നല്ല വെളിച്ചമുണ്ട്. പക്ഷേ ഇനി മഴ പെയ്താൽ ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാവും. ശക്തമായ കാറ്റ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ മഴയില്ലെങ്കിലും ശക്തമായ കാറ്റുണ്ട്. നദീതീരമാണ്. അതുകൊണ്ട് തന്നെ ആ കാറ്റിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ലോറികൾ, എനിക്കിവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒരുപാട് ലോറികൾ ആ പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ ഹിറ്റാച്ചിയും JCBയും പോലുള്ള വാഹനങ്ങളുണ്ട്. രക്ഷാപ്രവർത്തക സംഘമുണ്ട്. അവർ അശ്രാന്തമായി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ആളുകളെ, അതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഈ സംഘത്തിനുള്ളത്. അതിനുശേഷം മാത്രമാണ് ഈ മണ്ണൊക്കെ നീക്കം ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഈ ഭാരത് ബെൻസിൻ്റെ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയതിന് ശേഷം ആ നേരത്തെ GPS ലൊക്കേഷൻ മനസ്സിലായിരുന്നു. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ ഭാരത് ബെൻസിൻ്റെ ഒരു കൃത്യമായ ലൊക്കേഷൻ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനടുത്തേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും ഈ രക്ഷാപ്രവർത്തന സംഘം മുന്നോട്ട് വെക്കുന്നത്. അതിന് മണ്ണ് നീക്കം ചെയ്യണം. 3 തെങ്ങിൻ്റെയെങ്കിലും, അതായത് ഉയരത്തിലുള്ള 3 തെങ്ങിൻ്റെയെങ്കിലും നീളത്തിലാണ് ആ മണ്ണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് ദുഷ്കരമായ പ്രവൃത്തിയാണ്. അതായത് അത്രത്തോളം ശ്രമകരമായ പ്രവൃത്തിയാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാൻ വേണു. അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അർജുന ജീവനോടെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കേരള സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം കർണാടകത്തിന് മേലുണ്ട്. കർണാടക സർക്കാരും അതുകൊണ്ട് കൃത്യമായ ഒരു നിർദ്ദേശം ഈ രക്ഷാപ്രവർത്തക സംഘത്തിനും നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബന്ധുക്കൾ സൂചിപ്പിച്ചതുപോലെ രക്ഷാപ്രവർത്തനം അത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ ഇന്നലെ ഉച്ച മുതൽ കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെടുന്നു. ഈ ലോറി എവിടെയുണ്ടെന്ന് കൃത്യമായി പരിശോധിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ആ ലോറി എവിടെയുണ്ടെന്ന് പരിശോധിച്ചതിന് ശേഷം അവിടേക്ക് എത്തി ഈ ആളെ പുറത്തെടുക്കാനുള്ള, ആളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ വാഹനങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായ പരിശോധന നടക്കുകയാണ്.
നേരത്തെ MLA ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നു. കർണാടക സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് ഇന്ന് സഭ നടക്കുകയാണ്, അതുകൊണ്ട് ഇവിടേക്ക് എത്തില്ല എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ MLA മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, രക്ഷാപ്രവർത്തക സംഘങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ തന്നെ ആ സ്ഥലത്തേക്ക്, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്, ആ മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നല്ല രീതിയിലാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ആ ചെറുപ്പക്കാരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. വേണു, അരുൺ പാറയ്ക്കലാണ് ഷിരൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, പൂപ്പറമ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ വരികയാണ്. ലോറിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. റഡാർ പരിശോധന ഫലം കണ്ടിരിക്കുന്നു. റഡാറിൽ ലോറി എവിടെയാണോ മണ്ണ് മൂടി കിടക്കുന്നത് ആ ഭാഗം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൺകൂനയ്ക്കിടയിൽ അടിയിൽ ലോറി കിടക്കുന്നു, അതിലാണ് അർജുൻ ഉള്ളത്. ആ ഭാഗത്തെ മണ്ണ് നീക്കുക എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം. ആ മേഖലയിലാണിപ്പോൾ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുമാണ് അരുൺ പൂപ്പറമ്പ നൽകുന്ന വിവരം. അരുണിലേക്ക് അതിൻ്റെ വിശദാംശങ്ങൾക്കായി വരാം. അരുൺ, പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, ഈ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘവും അവിടെ ഉണ്ടല്ലോ. അവർ ഈ സംഭവ സ്ഥലത്ത്, ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്താണോ ഉള്ളത്? എന്താണ് അവർ നൽകുന്ന വിവരങ്ങൾ? അരുൺ പാറയ്ക്കൽ അല്പസമയത്തിനകം വിവരങ്ങൾ നൽകാൻ ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ വരുന്നത് റഡാറിൽ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. അരുൺ പാറയ്ക്കൽ ഇപ്പോഴുണ്ട്. അരുൺ, ഈ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്താണോ ഉള്ളത്? ഇപ്പോൾ അവർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അവർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വേണു, ഇപ്പോൾ എനിക്ക് പുറകിൽ കൂടിയാണ് IG ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത്. IG ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ അല്പസമയം മുൻപാണ് എനിക്ക് പുറകിലുള്ള മംഗലാപുരം കർണാൽ റോഡിലൂടെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. മറുഭാഗത്ത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ മറുഭാഗത്ത് MLA മാർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കൃത്യമായി തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, കാര്യങ്ങൾ പരിശോധിക്കുന്നു. എങ്ങനെയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്ത് നടപടികളിലേക്കാണ് കടക്കേണ്ടത്, ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കണമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമമായ ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IG ആണ് നേരത്തെ എനിക്ക് പുറകിലുള്ള കർണാൽ മംഗലാപുരം പാതയിലൂടെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിരിക്കുന്നത്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് പറഞ്ഞത് ശുഭപ്രതീക്ഷയുണ്ട്, ഈ രക്ഷാപ്രവർത്തന സംഘത്തിൽ ഈ അവരുടെ പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസമുണ്ട്, ഈ ജീവനെ രക്ഷപ്പെടുത്തും, അർജുനെ രക്ഷപ്പെടുത്തും. ഉടൻ തന്നെ ആ കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഉച്ചയോടുകൂടി ആ സംഭവം ഉണ്ടാവും. ശരി, അരുൺ പാറയ്ക്കലാണ് ഷിരൂരിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഒരു ശുഭസൂചന, മൺകൂനയ്ക്കിടയിൽ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഫലപ്രദമായിരിക്കുന്നു. മണ്ണിനടിയിൽ ലോറിയുടെ സ്ഥാനം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗത്ത് മണ്ണ് നീക്കിയാൽ തെരച്ചിൽ കുറെ കൂടി കാര്യക്ഷമമാകും, അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വരുന്നത്.